കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ മെഴ്സിഡീസ് ബെൻസ് ആണ്. മെഴ്സിഡീസ് ബെൻസ് കംപ്രസറാണ്, 220 ആണ് വണ്ടി. 2006 വണ്ടി. 2026 ഒരു വാലിഡ് പേപ്പറുള്ള വണ്ടിയാണ്. ഒക്ടോബർ ഒരു വാലിഡ് പേപ്പർ ഉണ്ട്. അത് മാത്രമല്ല വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ചെറിയൊരു വിലക്ക് നിങ്ങൾക്ക് ഒരു ബെൻസ് സ്വന്തമാക്കാം, ലക്ഷറി കാർ സ്വന്തമാക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല അവസരമാണത്. പിന്നെ വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഡീസലാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം മാനുവൽ ട്രാൻസ്മിഷനാണ്. ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക് ആയിരിക്കും കണ്ടേക്കണം, പക്ഷേ ഈ വാഹനം മാനുവലാണ്. അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. കാരണം മാനുവൽ ബെൻസ് ഒന്ന് കാല കൊടുത്ത് പോകാനുള്ള ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ, ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ വേറെ സംഭവം തന്നെയാണ്. അത് നിങ്ങൾ ഓടിച്ച് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് ഫുൾ കണ്ടേക്കാം. ഇന്ത്യസ് എക്സിയസ് എഞ്ചിൻ ഭാഗത്തെ എയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഇവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വാഹനം കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു ബെൻസാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത്. വെറും ഒരു 5.25 ലക്ഷം രൂപയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു മുതലിനെ സ്വന്തമാക്കാം. നല്ല നീറ്റായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. മാത്രമല്ല വണ്ടീനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ 2026 ഒരു വാലിഡ് പേപ്പറുള്ള വണ്ടിയാണ്. 2006 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. കംപ്രസറാണ്, 220 CDI 220 ആണ് വണ്ടി. അപ്പോൾ വണ്ടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡീസൽ ഓപ്ഷനിൽ വന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനാണ്. സാധാരണ നമ്മൾ ബെൻസുകൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് കാണാറ്, പക്ഷേ ഈ ഒരു വാഹനം മാനുവൽ ട്രാൻസ്മിഷൻ. നമുക്ക് വാഹനത്തിൻ്റെ ഫുള്ള് ബോഡിയിലേക്കൊന്ന് പോയേക്കാം. ഇപ്പോൾ ബോഡി നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വണ്ടി കാര്യമായിട്ടൊരു പഴക്കമോ അല്ലെങ്കിൽ ഭയങ്കര അയവോ കാര്യങ്ങളൊന്നും വന്നല്ല. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന വണ്ടി. നല്ല നമുക്ക് ഫ്രണ്ടായാലും സൈഡായാലും എവിടെ നോക്കിയാലും ആ വാഹനത്തിൻ്റെ ഇപ്പോൾ ഇത്രയും പഴയ വണ്ടിയാണെങ്കിലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന സംഭവം വേറെ തന്നെയാണ്. നമുക്കിനി ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകാം. ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. വളരെ ക്വാളിറ്റി തന്നെ ആയിരിക്കും. ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. വീൽ ആർച്ചിലേക്ക് പോകാം. വീൽ ആർച്ച് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീൽ ആർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നമുക്ക് ഈ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ ഗ്ലാസ്സൊക്കെ നോക്കാം. ഗ്ലാസ്സൊക്കെ വിൻഷീൽഡൊക്കെ വളരെ നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ് നമുക്ക് കാണാൻ പറ്റും. ലാമ്പ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രില്ലായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിലെ ഗ്രില്ലും ഓക്കെയാണ്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ ഇവിടെ വിൻഷീൽഡ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് കാണാൻ പറ്റും. റൂഫ് ബ്ലാക്ക് ഔട്ട് ഇതൊക്കെയാണ് കേട്ടോ. പയ്യെ നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങാം. ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ എഡ്ജസ് നോക്കാം. വീലാർച്ച് ഓക്കെ ആയിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. ബാക്കിലേക്ക് വരാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ലാമ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. വിൻഷീൽഡും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ C220 ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. CDIയുടെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ലോവർ പോർഷനിലേക്ക് നമ്മൾ ബമ്പേഴ്സൊക്കെ നോക്കാം. ഇവിടുത്തെ വീലാർച്ചിലേക്ക് നമുക്ക് പോയേക്കാം. വീലാർച്ച് ഓക്കെയാണ്. അത് ടയറും ഓക്കെ കണ്ടീഷനിൽ നമുക്ക് ടയർസ് ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോർ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ പാഡ്സൊക്കെ നോക്കാം. ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കിയാൽ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ടിരിക്കുന്ന സീറ്റ് കവേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഡാഷ് ബോർഡൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡാഷ് ബോർഡ് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് നല്ല കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ മിഡിൽ നമുക്കിവിടെ ബാക്കിയുള്ള കൺട്രോൾസും മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് പയ്യെ വാഹനത്തിൻ്റെ കീ ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. കിലോമീറ്റേഴ്സ് 1 ലാഖിന് മുകളിൽ വാഹനം ഓടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. ഇവിടെയും ഡോർ പാഡ്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ സീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സീറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് സീറ്റ്സിലൂടെ കിട്ടുന്നില്ല. ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഞാൻ ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. അപ്പോൾ എൻജിൻ റൂം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള ഡീറ്റെയിലിങ്ങിലേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇത് ഫുള്ളി സീൽഡാണ് വണ്ടി. കണ്ടോ, മൊത്തം സീൽ വെച്ചാൽ നമുക്ക് ഇൻറ്റീരിയേഴ്സും കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ജസ്റ്റ് നോക്കി മനസ്സിലാക്കിയേക്കാം. ഞാൻ അഡ്ജസ്റ്റൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പേസ്റ്റിങ് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വിശദമായിട്ടാണ് നിങ്ങൾക്കൂടെ നോക്കാൻ പറ്റും. അതേപോലെ ലിഡിലേക്ക് നോക്കാം. ലിഡിലായാലും എന്തെങ്കിലും സീരിയസ് ഡാമേജോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കണ്ടോ, വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്യാൻ ഞാൻ ലിഡൊന്ന് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ന്യായമായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ളൊരു സ്പേസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. എഡ്ജസിലേക്ക് പോവാം. എഡ്ജസ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് കാണാൻ പറ്റും. ലിഡിലേക്ക് പോവാം. ലിഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അല്ല, ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ലിഡിലും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാം കേട്ടോ. ടയേഴ്സ് നോക്കാം. ടയേഴ്സ് ആയാലും ഗ്രിപ്പ് കുറച്ച് കുറവാണ്, പക്ഷേ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2006 ഒരു പേപ്പറുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. ഡീസലാണ്, 220 ആണ്, കംപ്രസറാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5.25 ലക്ഷം രൂപയാണ്. 5.75 lakhs ആണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജോ വോയിസ് ഇട്ടേക്കാം, റിപ്ലൈ കാര്യങ്ങൾ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.